ഓം നമഃശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ജാതകത്തിൽ ഗ്രഹനിലയിലെ രണ്ടാം ഭാവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പറയാം. ഈ ഭാവം കൊണ്ട് പ്രധാനമായും ജാതകന്റെ ധനം, കുടുംബം, ഭൂസ്വത്തുക്കൾ, വിദ്യ, വാക്ക്, സുഖം, ഭക്ഷണ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടി വരുമ്പോൾ രണ്ടാം ഭാവത്തിൻ്റെയും ഭാവാധിപൻ്റെയും ശുഭാശുഭങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ലഗ്നാധിപനായ ഗ്രഹം രണ്ടാം ഭാവത്തിലും രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ലഗ്നഭാവത്തിലും നിന്നാൽ ജാതകൻ വലിയ ധനശേഷി ഉള്ളവനും വലിയ വിദ്വാൻ ആയിരിക്കുന്നവനും വലിയ ബുദ്ധിശക്തിക്ക് ഉടമയും ആയിരിക്കും. ലഗ്നഭാവത്തിലും രണ്ടാം ഭാവത്തിലും 11ാം ഭാവത്തിലും അതാത് ഭാവത്തിൻ്റെ അധിപന്മാർ സ്ഥിതി ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും നിൽക്കുക, അതുമല്ലെങ്കിൽ രണ്ടാം ഭാവാധിപൻ 11ലും 11ാം ഭാവാധിപൻ 2ലും നിന്നാലും ജാതകൻ വലിയ ധനശേഷിയുള്ളവനും ബുദ്ധിയുള്ളവനും വലിയ വിദ്വാനും ആയിരിക്കുന്നതാണ്. അടുത്തത്, രണ്ടാം ഭാവാധിപനും 11ാം ഭാവാധിപനും ഒരുമിച്ച് 2, 11 ഇതിൽ ഏതെങ്കിലും ഭാവത്തിൽ നിന്നാലും ജാതകന് വളരെ ധനവും നല്ല ബുദ്ധിശക്തിയും ഉണ്ടായിരിക്കുകയും നല്ല വിദ്വാൻ അഥവാ വിദ്യയുള്ളവൻ ആയിരിക്കുകയും ചെയ്യും. അടുത്തത്, രണ്ടാം ഭാവാധിപനും 11ാം ഭാവാധിപനും ഉച്ചം, സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം എന്നീ സുസ്ഥാനങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ നിന്നാലും ജാതകൻ വലിയ ധനശേഷിയുള്ളവനും വലിയ വിദ്വാൻ ആയിരിക്കുന്നവനും നല്ല ബുദ്ധിശക്തിക്ക് ഉടമയും ആയിരിക്കും. അടുത്തത്, രണ്ടാം ഭാവാധിപനും 11ാം ഭാവാധിപനും ലഗ്നഭാവത്തിൻ്റെ കേന്ദ്ര ഭാവങ്ങളിൽ, അതായത് 4, 7, 10 എന്നീ ഭാവങ്ങളിൽ ഒരുമിച്ച് നിൽക്കുകയോ ഓരോ രാശികളിലായി വേറിട്ട് നിൽക്കുകയോ ചെയ്താലും ജാതകൻ വലിയ ധനവാനായിരിക്കുകയും നല്ല ബുദ്ധിശക്തി ഉള്ളവനും വലിയ വിദ്വാനും ആയിരിക്കും. അടുത്തത്, രണ്ടാം ഭാവാധിപനും 11ാം ഭാവാധിപനും തങ്ങളുടെ ഇഷ്ടസ്ഥാനങ്ങളിൽ പരസ്പരം ദൃഷ്ടി ചെയ്തുകൊണ്ട് നിന്നാലും ജാതകൻ ഉയർന്ന ധനശേഷിയുള്ളവനും വലിയ വിദ്യയുള്ളവനും നല്ല ബുദ്ധിശക്തിക്ക് ഉടമയും ആയിരിക്കും. അടുത്തത്, രണ്ടാം ഭാവാധിപനും 4ാം ഭാവാധിപനും പരസ്പരം ബന്ധുക്കളായിരുന്നാലും ജാതകന് നല്ല ധനശേഷി ഉണ്ടായിരിക്കുകയും നല്ല ബുദ്ധിശക്തി ഉണ്ടായിരിക്കുകയും വലിയ വിദ്വാനും ആയിരിക്കുന്നതാണ്. അടുത്തത്, രണ്ടാം ഭാവത്തിൻ്റെയോ രണ്ടാം ഭാവാധിപൻ്റെയോ 11ൽ 4ാം ഭാവാധിപനോ 9ാം ഭാവാധിപനോ നിന്നാലും ജാതകന് മേൽപ്പറഞ്ഞതായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്തത്, രണ്ടാം ഭാവത്തിൽ വളരെ ഗ്രഹങ്ങൾ നിൽക്കുകയും രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ബലവാനായിരിക്കുകയും ചെയ്താൽ ജാതകൻ മരണം വരെ വലിയ സമ്പന്നൻ ആയിരിക്കും. അടുത്തത്, രണ്ടാം ഭാവാധിപൻ വ്യാഴവുമായി യോഗം ചെയ്ത് രണ്ടാം ഭാവത്തിലോ കേന്ദ്ര ഭാവങ്ങളിലോ എവിടെയെങ്കിലുമോ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ജാതകൻ അമിതമായ ധനത്തിന് ഉടമയായിരിക്കും. എന്നാൽ അനിഷ്ട സ്ഥാനത്താണ് ഈ സ്ഥിതി ഉണ്ടാകുന്നതെങ്കിൽ ജാതകൻ തീരെ ധനമില്ലാത്തവനും ആയിരിക്കുന്നതാണ്. രണ്ടാം ഭാവാധിപൻ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ബന്ധുക്ഷേത്രത്തിലോ ഇവയിലേതെങ്കിലും ഒന്നിൽ നിൽക്കുകയും രണ്ടാം ഭാവത്തിൽ മറ്റൊരു ഗ്രഹവും സ്ഥിതി ചെയ്താൽ ജാതകൻ മരണം വരെ ധനസമ്പത്തുകൾ ഉള്ളവൻ ആയിരിക്കും.
അടുത്തത് രണ്ടാം ഭാവാധിപൻ ലഗ്നത്തിലും ലഗ്നാധിപൻ രണ്ടാം ഭാവത്തിലും നിന്നാൽ ജാതകൻ തൻ്റെ അധ്വാനം കൊണ്ട് ധനം സമ്പാദിക്കുന്നവൻ ആയിരിക്കും. അടുത്തത് രണ്ടാം ഭാവാധിപനും ലഗ്നാധിപനും ഒരുമിച്ച് ഏഴാം ഭാവത്തിൽ നിന്നാൽ ജാതകന് ഭാര്യയിൽ നിന്ന് ധനം ലഭിക്കുവാൻ യോഗമുള്ളവൻ ആയിരിക്കും. അടുത്തത് രണ്ടാം ഭാവാധിപൻ ബലഹീനനായി ലഗ്നഭാവത്തിൽ നിന്നാൽ ജാതകൻ്റെ ധനം മോഷ്ടിക്കപ്പെട്ടു പോകും. അടുത്തത് രണ്ടാം ഭാവത്തിൽ ചന്ദ്രനും അഷ്ടമത്തിൽ ശുക്രനും സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ജാതകൻ ഒരു ദാനശീലൻ ആയിരിക്കും. അടുത്തത് രണ്ടാം ഭാവത്തിൽ ബുധനും അഷ്ടമത്തിൽ ശുക്രനും നിന്നാൽ ജാതകൻ വലിയ ധനസമൃദ്ധിയുള്ള സമ്പന്നൻ ആയിരിക്കുന്നതാണ്. ലഗ്നാധിപൻ രണ്ടാം ഭാവത്തിലും രണ്ടാം ഭാവാധിപൻ 11ാം ഭാവത്തിലും 11ാം ഭാവാധിപൻ ലഗ്നത്തിലും പരിവർത്തനം ചെയ്ത് നിൽക്കുന്നു എങ്കിൽ നിധി കിട്ടുന്നത് പോലെയുള്ള ദ്രവ്യലാഭം ഉണ്ടാകുന്ന യോഗമാണ്. വളരെ വലിയ ധനസമൃദ്ധി യോഗവും. രണ്ടാം ഭാവം ധനഭാവമാണ്. വിദ്യ, വാക്ക് എന്നിവയുടെയൊക്കെ ഭാവവും ആണ്. അതിനാൽ രണ്ടാം ഭാവവും ഭാവാധിപനും ബലവാനായും ശുഭഗ്രഹ യോഗം, ദൃഷ്ടി തുടങ്ങിയ ശുഭസംബന്ധം കൊണ്ട് ഭാവത്തിന് നല്ല പുഷ്ടി ഉണ്ടാകുകയും ജാതകന് ധാരാളം ഗുണഫലങ്ങൾ ലഭ്യമാകുകയും ചെയ്യും. എന്നാൽ ഭാവത്തിന് അശുഭഗ്രഹ ബന്ധങ്ങളാണ് ഉള്ളതെങ്കിൽ ഫലവും വിപരീതം ആയിരിക്കും. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലകുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.